ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിലൊരു ലെയർ ഉണ്ട്, ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് ലെയർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഷേപ്പ് ലെയർ എടുക്കാം. ഷേപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഇവിടെ നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ഷേപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഷേപ്പ് ഉണ്ട്. ലൈന്, പോളിഗൺ, ട്രയാങ്കിൾ, എലിപ്സ്, റെക്റ്റാങ്കിൾ, കണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഫില്ലും ഉണ്ട്, സ്ട്രോക്കും ഉണ്ട്. ഫില്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വരയ്ക്കുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ അകത്ത് ആ ഒരു കളർ ആഡ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കളർ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ആവും. ഓക്കെ, അപ്പം ഞാൻ അതിനെ ക്ലോസ് ചെയ്തിട്ട് നമുക്കതിനെ റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ട, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഓറഞ്ച് കളറിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. ഞാൻ എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതിൻ്റെ അകത്ത് എന്ത് കളറുണ്ട്, ഒരു ഓറഞ്ച് കളർ ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ എനിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലെയർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള കളറിലേക്ക് ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളർ പിക്കർ, ഫോർഗ്രൗണ്ട് കളർ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറിനെ അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഫോർഗ്രൗണ്ട് ആണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് അല്ലേ, വൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ഗ്രേ കളർ കൊടുത്ത് എന്നിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കളർ വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഈ ടൂൾ ഉണ്ടല്ലോ, ഏതാണ്, പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിൻ്റെ അകത്ത് ആ ഒരു കളർ വരും. ഇനി ഞാനിത് മൂവ് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം, Ctrl+J. എന്നിട്ട് ഞാൻ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എനിക്ക് റീനെയിം ചെയ്യാം. ഞാൻ ഇതിൻ്റെ പേര് വൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, വൈറ്റ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കളർ ഞാൻ വൈറ്റ് ആക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ കളർ കംപ്ലീറ്റ്ലി വൈറ്റ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് മുകളിലും ഇത് താഴെയാണ്. എനിക്ക് താഴെ മുകളിലും ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ഡ്രാഗ് ചെയ്ത് താഴെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് ക്ലോസ് ചെയ്താൽ കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ നമുക്ക് ആ വൈറ്റിനെ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. Ctrl+T അടിച്ചിട്ട് നമുക്ക് ആ വൈറ്റിനെ ഷിഫ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് Ctrl+T അടിച്ചിട്ട് സ്വല്പം ഒന്ന് വലുതാക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് കളറും കാണാൻ പറ്റും. ഇനി ഇതാണ് സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് Ctrl+T അടിച്ചിട്ട് നമുക്കിതിനെ മൂവ് ചെയ്തിട്ട് സ്വല്പം മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഇതാ മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അല്ലേ, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ അടുത്തൊരു ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്ന് തന്നെയാണ്, വേറെ ഒന്നൊന്നുമല്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട്, റെക്റ്റാങ്കിൾ വേണ്ട, ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് അകത്തോട്ട്. കണ്ടോ, ഇങ്ങനെ വരച്ചു. ഇപ്പോൾ ഇതിൻ്റെ കളർ എന്താ, ഓറഞ്ച് ആയതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. സോ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇതിൻ്റെ കളറ് ഒരു വൈറ്റ് ആക്കി കൊടുത്തു. ഓക്കെ ഓക്കെ, ഇതിന് ഞാനൊരു ഇതിൻ്റെ കറക്റ്റ് മിഡ് പോർഷനിൽ വെച്ച് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ ഇത് Ctrl+T അടിച്ചിട്ട് ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും ചെറുതാക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ എന്നെ ചെറുതാക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തൊരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വര ഇതിനകത്ത് വീണിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഞാനിതിനെ Ctrl+T അടിച്ചിട്ട് എനിക്കിതിൻ്റെ വലിപ്പം ഇത്രയും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക, മൂവ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ സ്വല്പം ഇങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. വീണ്ടും Ctrl+T അടിച്ചിട്ട് ഞാനതിനെ സ്വല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു. അതിനാണെങ്കിൽ സ്വല്പം താഴ്ത്താം, എൻ്റർ കീ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഓരോ കോപ്പികൾ വേണം. ഏതിൻ്റെയാണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ. സോ Ctrl+J അടിച്ചു, ഞാനതിനെ മൂവ് ചെയ്തു. എന്നിട്ട് Ctrl+T അടിച്ചു, അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്തു. കണ്ടോ, റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വെച്ച്. എൻ്റർ കീ അടിച്ചു. ഓക്കെ, വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. വീണ്ടും Ctrl+T അടിച്ചു, Ctrl+J അടിച്ചു, ഒരു കോപ്പി എടുത്തു, Ctrl+T അടിച്ചു, അതിനെ ഞാൻ മൂവ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഡ്രാഗ് ചെയ്യുക. അടുത്ത പൊസിഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. മൂവ് ചെയ്തിട്ട് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, വീണ്ടും ഞാൻ മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. Ctrl+T. അങ്ങനെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് നമ്മൾ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുക. സെലക്ട് ചെയ്യുക, Ctrl+J, Ctrl+T,
മൂവ് ചെയ്തിട്ട് ഓക്കെ ഇവിടെ വയ്ക്കുന്നു, മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു. കൺട്രോൾ ടി, സ്വല്പം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം, മൂവ് ചെയ്യാം, ഇവിടെ വയ്ക്കാം. ഓക്കെ, അതേപോലെ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് കൺട്രോൾ ജെ, മൂവ് ചെയ്ത് വയ്ക്കുന്നു, കൺട്രോൾ ടി കറക്കി ഇവിടെ വയ്ക്കുക, സ്വല്പം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും കൺട്രോൾ ജെ, കൺട്രോൾ ടി, മൂവ് ചെയ്തിട്ട് ഈ ഒരു ഏരിയക്കകത്തോട്ട് വെച്ച് കൊടുത്തു. ഓക്കെ, വീണ്ടും കൺട്രോൾ ടി, മൂവ് ചെയ്തിട്ട് ഈ ഏരിയക്കകത്ത് വെച്ച് കൊടുത്തു. ഓക്കെ, കൺട്രോൾ ജെ, കൺട്രോൾ ടി, വീണ്ടും മൂവ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഈ ഭാഗത്തോട്ട് വെച്ച് കൊടുത്തു, മൂവ് ചെയ്ത് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എൻ്റർ അടിച്ചു കൊടുക്കുക, അപ്പോഴത്തേക്കും അത് ഫിക്സ് ആവും ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കുക. ചിലതെല്ലാം പ്രോപ്പർ ആയിട്ടില്ല, അതിനെല്ലാം പ്രോപ്പർ ആക്കുക. ഓക്കെ, അതേപോലെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, കറക്റ്റ് പൊസിഷനിലായിരിക്കണം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ മതി. സ്വല്പം കൂടെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്നും കൂടെ കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനെയും കൂടെ നമുക്ക് സ്വല്പം ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 ഇതെല്ലാം കൂടെ എന്താ ഒറ്റ ലെയർ ആക്കുക. ഒറ്റ ലെയർ ആക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഇ അടിക്കുക. കൺട്രോൾ ഇ, കൺട്രോൾ ഇ, കൺട്രോൾ ജി ഗ്രൂപ്പ്, കൺട്രോൾ ഇ മെർജ് ലെയർ. കൺട്രോൾ ഇ അടിച്ചു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് മെർജ് ആവും. അതിനെക്കാട്ടി നല്ലത് കൺട്രോൾ ജി അടിച്ചാൽ അതൊന്നും പോകത്തില്ല. കൺട്രോൾ ഇ അടിച്ചാൽ ചിലപ്പോൾ അത് എന്താവും, മൊത്തത്തിൽ പോവും. അല്ലാതെ അത് പോവാതിരിക്കാൻ വേറെ മാർഗമുണ്ട്. ഇപ്പോൾ തൽക്കാലം അത് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ജി അടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇതിന് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് മെർജ് ചെയ്യുമ്പോൾ പോകണം. അതിനെല്ലാം റാസ്റ്ററൈസ് ചെയ്താൽ പ്രോബ്ലം ഇല്ല. ഇതിനിപ്പോൾ ഓരോന്നായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ചെയ്യുക, എന്നാൽ പ്രശ്നമില്ല. പക്ഷേ എനിക്കിതിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് സ്വല്പം ഒന്ന് മൂവ് ചെയ്തിട്ട് ഇതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഫുൾ സെലക്ട് ചെയ്യുക, ഇത് മുതൽ ഇതുവരെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഞാൻ എന്താ ഇതിനെ മാത്രം ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വെച്ചേ. ഓക്കെ, ഇങ്ങനെ വെച്ച് എന്നിട്ട് നമുക്കൊരു ഇവിടെ നമുക്കൊരു റൗണ്ട് ടൂൾ ഇങ്ങനെ എടുക്കാം, ഒരു റൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പകുതി ഒബ്ജക്റ്റാണ് ഇപ്പോൾ എനിക്കുള്ളത്, കണ്ടോ, പകുതി ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൻ്റെയും കളർ നമുക്ക് സെയിം ആസ് ഏത് കളറാക്കാം, ഈ കളർ പിക്ക് ചെയ്ത് ഇവിടെ ആക്കി കൊടുക്കാം. സോറി, ഈ കളർ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആക്കി കൊടുക്കാം. സെലക്ട് ചെയ്യുക, ഇതിൻ്റെ കളർ ഇവിടെ ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എനിക്ക് ഈ പകുതി ഭാഗം വേണ്ട. സോ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് ഇതിൻ്റെ നേർ പകുതിയാക്കി ഇത് ഞാൻ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, കൺട്രോൾ ഡി അടിക്കുക, അതിനെ സെലക്ട് ചെയ്യുന്നു, ഇതെടുത്ത് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനെ മൂവ് ചെയ്ത് കറക്റ്റ് ഏരിയക്കകത്തോട്ട്, നിങ്ങൾക്ക് ഏത് ഏരിയക്കകത്താണ് വേണ്ടത് ആ ഏരിയയിലോട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. റാപ്പ് മീൻസ് ഓൾട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് വലിച്ചാൽ മതി. റാപ്പ് മീൻസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരത്തില്ല, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ വലിച്ചാൽ മതി. കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലോട്ട് അതിനെ മൂവ് ചെയ്ത് വയ്ക്കാം. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്നുകൂടെ കൺട്രോൾ ടി, കൺട്രോൾ ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക. മുകളിലോട്ടാണെങ്കിൽ സ്വല്പം മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് വയ്ക്കുക, താഴോട്ടാണെങ്കിൽ മൂവ് ചെയ്തിട്ട് താഴോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, എൻ്റർ അടിച്ചു. കൺട്രോൾ ടി, ഓക്കെ, വീണ്ടും കൺട്രോൾ ഹോൾഡ് ചെയ്തു, അതിനെ താഴേക്ക് ട്രൈ ചെയ്തു. അല്ലെങ്കിൽ സ്വല്പം മുകളിലോട്ട് വന്നാലും കുഴപ്പമില്ല.
എൻ്റർ ചെയ്യുക. പിടിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഷാഡോയും കൂടെ കൊടുക്കാം. ഷാഡോ കൊടുത്താലേ ആ ഒരു കറക്റ്റ് ഒരു സംഭവം വരുള്ളൂ. അപ്പം നമുക്കൊരു പുതിയ ലെയർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഷാഡോ കൊടുക്കാം. ആ ലെയറിനെ താഴെ ഇട്ടിട്ട് നമുക്കത് ഏതെങ്കിലും ഈ ഒരു ഷേപ്പ് ടൂൾ തന്നെ എടുക്കാം. എന്നിട്ട് ഈ എലിപ്സ് ടൂളിനത് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ? താഴെ ചേർത്ത് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, കളറിനെ ബ്ലാക്ക് ആക്കുക. എന്നിട്ട് ഞാൻ ഓക്കെ എടുത്ത് ബാക്കിലായാലോ ഇപ്പോൾ അല്ലേ? വേണമെങ്കിൽ കൺട്രോൾ ടി അടിച്ച് സ്വല്പം കൂടെ അതിനെ നമുക്ക് ചെറുതാക്കാം. ഇങ്ങനെ കണ്ടോ? കൺട്രോൾ ടി അടിച്ച് ഇങ്ങനെ ചെറുതാക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസൻ ബ്ലർ അടിച്ചു കൊടുക്കുക. ബ്ലർ ചെയ്ത് കൊടുക്കുമ്പോൾ അതെന്താവും? വേണമെന്നില്ല. അത് ചോദിക്കും അങ്ങനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓക്കെ എടുത്തങ്ങ് പോയാൽ മതി. രണ്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഹിസ്റ്ററി വേണമെങ്കിൽ മാത്രം എന്ത് കൊടുക്കുക? സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. റാസ്റ്ററൈസ് ചെയ്താൽ പിന്നെ ഒന്നും അതിൻ്റെ അത് ചെയ്യാൻ പറ്റൂല, എഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഫുൾ ബ്ലാക്ക് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്കിവിടെ ഒപ്പാസിറ്റി കുറച്ചാലും കുഴപ്പമില്ല, സ്വല്പം ഒന്ന് ഒപ്പാസിറ്റി കുറച്ചാലും കുഴപ്പമില്ല. ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിന് സ്വല്പം കൂടെ ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഷാഡോ കുറയ്ക്കാം. പിന്നെ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ജി അടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊറ്റ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ കൺട്രോൾ ടി അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതിന് നിങ്ങൾക്ക് ചരിക്കണമെങ്കിൽ ഇങ്ങനെ ചരിച്ചു വയ്ക്കാം. കണ്ടോ? എവിടെയാണ് നിങ്ങൾക്ക് വയ്ക്കേണ്ടത് ആ ഒരു ഏരിയക്കകത്ത് വെച്ച് കൊടുക്കാം. ആ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കണം. ഞാനിപ്പോൾ റഫായിട്ട് വരച്ചപ്പോൾ ആ ഒരു രീതിയിൽ വരച്ചെന്നേ ഉള്ളൂ. ഒന്നുമില്ല, എല്ലാം വരച്ചെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാത്തിലും വരച്ചെടുക്കുക. നമ്മൾ പിന്നെ ഇല്ലുസ്ട്രേറ്ററിൽ ഇത് തന്നെ ചെയ്യുന്നുണ്ട്, കോറലിൽ ഇത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലാണ് ചെയ്യുന്നത്, ബാക്കി രണ്ടെണ്ണം വേറെ രീതിയിലാണ് ചെയ്യണത്. ഇത് രണ്ടും കഴിയണം. ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്റർ കഴിഞ്ഞിട്ട് കോറൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മനസ്സിലായ സംഭവം? മനസ്സിലായ എന്താണെന്ന്? അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് ഏത് ലെയറാണെന്ന് പറഞ്ഞാൽ ആ ലെയറിൽ പിടിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ലെയറിൽ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതിലാണ് നിൽക്കുന്നത് കണ്ടോ? കൺട്രോൾ ടി അടിച്ചിട്ട് അകത്ത് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ഇതുണ്ടല്ലോ, പ്രോസസ്സ് ഉണ്ടല്ലോ, മീൻസ് ആ ഒരു കറക്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ആ കറക്റ്റ് റൗണ്ടിൻ്റെ അകത്താക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊരു കളറിൽ ഓറഞ്ച് ഒന്ന് ടൈപ്പ് ചെയ്തേ. എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കളർ തന്നെ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഈ കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് മുകളിൽ എനിക്കൊരു വൈറ്റ് കളർ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തല്ലേ ഓറഞ്ച് എന്ന് പറഞ്ഞ സംഭവം കിടക്കുന്നത്. ഇപ്പോൾ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ട് ഔട്ടർ ഗ്ലോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഔട്ടർ ഗ്ലോ, പുറത്തൊരു ഗ്ലോ, ഔട്ടർ ഗ്ലോ എന്ന് പറയുന്നതിന് സെലക്ട് ചെയ്യുക. അതിൻ്റെ കളറ് ഞാനൊരു വൈറ്റും കൂടെ കൊടുക്കുക. കണ്ടോ? അതിൻ്റെ സ്പ്രെഡ് സ്വല്പം ഒന്ന് കുറയ്ക്കുക, സൈസും സ്വല്പം കുറയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടും. സൈസ് നല്ലോണം കുറയ്ക്കുക കേട്ടോ. ഇതാ ഇത്രയും കുറയ്ക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിടികിട്ടിയാ? അപ്പോൾ ഇതിനും വേണമെങ്കിൽ ഒരു ഷാഡോ കൊടുക്കാം. ഇതിൻ്റെ ഷാഡോ തന്നെ നമുക്ക് വലിച്ചങ്ങ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടോ? എന്നിട്ട് രണ്ടിലും സ്വല്പം ഇത്രയും വേണ്ടല്ലോ. കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഷാഡോ നല്ലോണം ചെറുതാക്കാം. എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി നല്ലോണം കുറച്ച് കൊടുക്കുക. ഇതിനെ മൂവ് ചെയ്ത് സ്വല്പം മുകളിലോട്ട് വെച്ച് കൊടുക്കും. പരിപാടി കഴിഞ്ഞു. മനസ്സിലായ? ഇൻറ്റൻസിറ്റി കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പം എല്ലാം ഷേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഷേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്.